ഈ ഗാനത്തിലൂടെ എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നാം ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈശോ ചരിത്രപുരുഷനാണ്. ഈശോയെ കണ്ടവർ അന്നുണ്ടായിരുന്നു. അതിനുശേഷവും ദർശനത്തിലൊക്കെ ഈശോയെ കാണുന്നവരുണ്ട്. അങ്ങനെ ഈശോയുടെ ഒരു സാന്നിധ്യ അനുഭവം ശക്തി പ്രാപിക്കുന്നു നമ്മൾ. അങ്ങനെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദർശനത്തിലൂടെ എന്ന പോലെ ഈശോയുടെ ആ മാധുര്യമേറുന്ന തിരുമുഖം അധികം നേരമൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു നിമിഷം എന്ന് പറയാവുന്നത് പോലെ ഒന്ന് കാണാൻ എനിക്ക് ആദ്യമായിട്ട് അവസരം ഉണ്ടായപ്പോൾ തോന്നിയ അനുഭവമാണ്. അച്ഛാ, നമുക്കിൻ്റെ പല്ലവി ഒന്ന് കേൾക്കാം. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു, ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. അവൻ എന്നോടു തൻ സ്നേഹമില്ല ഒരു നോക്കാലെയുള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ നിന്റെ മുൻപിൽ. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു, ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. പല്ലവിയിൽ പറഞ്ഞിരിക്കുന്നത് കൊതി തീരെ കണ്ടു, മതിവരെ നിന്നു. ഈ മതിവരെ നിന്നതും കൊതി തീരെ കണ്ടതുമായ ഒരു കാഴ്ച എന്തായിരുന്നു? അതായത് വിശ്വാസം കൊണ്ട് മാത്രം കാണുന്ന ഒരു മുഖം, നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം, ഒരാളത്വത്തിൻ്റെ സാന്നിധ്യം, അത് നേർക്കാഴ്ചയായി കാണാൻ സാധിക്കുക. അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ചിലരൊക്കെ ഈശോയുടെ തിരുമുഖം ദർശിച്ചു, ദർശനത്തിലൂടെ, ഉൾക്കണ്ണിലൂടെ. എങ്ങനെയാണെന്ന് അതിനെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയായാലും ഒരു കാഴ്ച, ആ കാഴ്ചയുടെ ഒരു നിർവൃതിയുണ്ട്. അപ്പോൾ ഒരു നിമിഷമാണ് കണ്ടത്. ആ ഒരൊറ്റ നിമിഷത്തെ കാഴ്ച തന്നെ നമുക്ക് തൃപ്തി നൽകുന്നതാണ്. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു. അപ്പോൾ കൊതിച്ചിരുന്ന ഒരു കാഴ്ച ഒരു നിമിഷം കണ്ടാൽ മതി. നമ്മളൊരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച എത്ര ശക്തമാണോ, എത്ര നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമോ, അതിനനുസരിച്ച് നമുക്ക് തൃപ്തി വരും. മാത്രവുമല്ല, അത്ര ശക്തമായൊരു കാഴ്ച അല്ലെങ്കിൽ തീവ്രമായൊരു കാഴ്ച അധികം നേരം കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ മോശയുടെ മുൾപ്പടർപ്പിലെ കാഴ്ചയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ മുഖം കണ്ടവർ പോലും, ദൈവത്തെ കണ്ട ഒരാളിൻ്റെ മുഖം കണ്ടിട്ട് പോലും അവർക്കും മതിയെന്ന് തോന്നി എന്ന് പറയുന്നത് പോലെ ഒറ്റ നിമിഷത്തെ കാഴ്ച കൊണ്ട് തന്നെ നമുക്ക് തൃപ്തി വരും. വി ആർ കണ്ടൻറ്റഡ്. അപ്പം അതാണ് ഒരു നിമിഷം ഞാൻ കൊതി തീരെ ആഗ്രഹിച്ച ഒന്ന്, കൊതിച്ച ഒന്ന് കണ്ടപ്പോൾ എൻ്റെ കൊതി തീർന്നു. പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ കാഴ്ചയുടെ ഒരു നിർവൃതിയുണ്ട്. ആ കാഴ്ചയുടെ നിർവൃതി ഇങ്ങനെ തുടരുകയാണ്. ആ കാഴ്ചയുടെ നിർവൃതിയിൽ മതിയോരെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് എടുത്താണ് കാണുന്നത്, അല്ലേ? നമ്മളൊരു കാഴ്ച കാണുന്നത് എങ്ങനെയാണ്? പുറമേയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ കാണുന്നത് ഉള്ളിലേക്ക് നമ്മളെ സ്വീകരിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഒന്ന് അവിടെ നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നിർവൃതിയായിട്ട് അത് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുവരെ അറിയാത്ത നിർവൃതിയിൽ മതി വരെ നിന്നു. എത്ര നേരം വേണേലും എനിക്ക് ആ ഒരു കാഴ്ചയുടെ നിർവൃതിയിൽ നിൽക്കാം. അങ്ങനെ നിന്നു.
അപ്പോൾ അവിടെ ആ കാഴ്ചയുടെ സമയത്ത് എന്നെ നോക്കിയ നാഥൻ്റെ ആ നോട്ടത്തിൽ എന്തൊക്കെയോ എന്നോട് സംസാരിച്ചു, മൗനത്തിൽ സംസാരിക്കുക അല്ലേ. വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് നോട്ടം എന്ന് പറയുന്നത്. അപ്പം നോട്ടം ഒരു ശക്തമായ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നോക്കിലെ ശോകസൗമ്യതയാൽ ആഴങ്ങളെ യേശു പുലുകി നിന്നു, ആത്മതാപമേറ്റ് ശമയൻ കണ്ണുനീർ വാർത്തു. അപ്പം ആ നോട്ടം അത്ര തീവ്രമാണ്, അത്ര തീക്ഷ്ണമാണ്, അത്ര ആർദ്രമാണ്, അത്ര വശീകരിക്കുന്നതും തന്നിലേക്ക് ആകർഷിക്കുന്നതുമാണ്, സാന്ത്വനം നൽകുന്നതാണ്. വേറെ അവസരത്തിൽ പറഞ്ഞു ഓർക്കുന്നില്ലേ, രുധിരം കലർന്ന നിൻ്റെ കരുണാ കടാക്ഷമൊന്നൻ ഹൃദയം കവർന്നതല്ലേ എൻ്റെ ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിലൂടെ എൻ്റെ ഹൃദയം കവരുകയാണ്. അപ്പോൾ നമ്മളെ ആനന്ദിപ്പിക്കും അത്. കാരണം എന്താണ്, തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉള്ള ഒരാൾ, അങ്ങനെ ഒരാളാണ് ഞാൻ. ആ നോട്ടത്തിലൂടെ പറയുകയാണ്, സാരമില്ല മോനെ, എനിക്ക് നിന്നോട് വളരെ സ്നേഹമാണ്, സാരമില്ല എന്ന് പറയുന്ന ഒരു 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 മെസ്സേജ് ഒരു നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സാന്ത്വനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ നോക്കിലെ ശോകസൗമ്യത ആഴങ്ങളെ പുലുകി എന്ന് പറയുന്നത് പോലെ ഈ ദർശനത്തിലുള്ള ആ കാഴ്ച ഒരു നിർവൃതി നൽകി. ആ നിർവൃതിയിൽ ഞാൻ മതിവരെ നിന്നു. ആ നോട്ടത്തിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. നാഥൻ എന്നോട് പറഞ്ഞു, മതിവരെ നിന്നു. നിർവൃതിയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ നോട്ടം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി. അതാണ് എന്നോടുള്ള സ്നേഹം അറിയിച്ചെന്നുള്ളതാണ്. വേറൊരു ഗാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1000 നാവുള്ള മൗനം സംസാരിക്കും എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ ആ നോട്ടം മൗനമാണ്, ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ഞാൻ അവിടുന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ ഉള്ളിൽ കിട്ടി എന്നുള്ളതാണ്. പ്രിയൻ എന്നോട് തൻ സ്നേഹമെല്ലാം ഒരു നോക്കാലെ ഉള്ളിൽ പറഞ്ഞതാണ്. അപ്പം അത്രമാത്രം ആ നോട്ടത്തിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. എൻ്റെ ഉള്ളിൽ നിറഞ്ഞു സ്നേഹം കൊണ്ടും അവിടുത്തെ വാത്സല്യം കൊണ്ടും കരുണ കൊണ്ടുമൊക്കെ. അതാണ് അവിടെ പറഞ്ഞത്. അപ്പം എൻ്റെ ഈശോയ്ക്ക് എന്നോട് ഇത്രയേറെ സ്നേഹമാണെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോൾ അറിയാതെ ഒരു റെസ്പോൺസ് എന്നിൽ നിന്നുണ്ടാകുകയാണ്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് സ്തുതിയാണ്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിരുനാഥ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മളിൽ നിന്ന് ഒരു പ്രതിസ്നേഹം ഉയരുമ്പോൾ ആ പ്രതിസ്നേഹം ആരാധനയാകുന്നു, സ്തുതിയാകുന്നു, നന്ദി പ്രകാശനമാകുന്നു, അതൊരു നിർവൃതിയുടെ പ്രകാശനമാകാം. അങ്ങനെ ആ രീതിയിലാണ് പ്രാർത്ഥനകൾ വരുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്ന ഒരു വ്യക്തി തൻ്റെ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നു. ആ പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നത് അറിയാതെ സ്തുതിച്ചു പോവുക എന്നുള്ളതാണ്. അങ്ങനെ സ്തുതി എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ഒരു സ്നേഹപ്രകടനമാണ്, ദൈവത്തെ സ്തുതിക്കുന്നത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനീയമായ ആരാധ്യനായ ഒരാളെ കാണുമ്പോൾ, സ്തുതിക്കത്തക്ക ഒരാളെ കാണുമ്പോൾ നമ്മളിൽ നിന്നുണ്ടായി പോകുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്തുതി ജീവിതം ഭക്തനിലുണ്ടാകുന്നത് ദൈവസ്നേഹം അറിയുമ്പോഴാണ്. ആ കാര്യമാണ് ഇവിടെ സ്തുതിയെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അനുപല്ലവി ഒന്ന് കേട്ട് നോക്കാം. ആത്മാർത്ഥമായി ഞാൻ ഹൃദയം തുറന്നത് തിരുമുൻപിൽ മാത്രമാണല്ലോ. ഒരു വേളയുള്ളം നിറയെ ചിരിച്ചതും തിരുനാമം പാടിയാണല്ലോ. ഇനി എന്താകിലും സ്ഥിതി ഏതാകിലും വഴിമാറാതെ ഞാൻ നിൻ പിൻപേ വരും. ഞാനെന്നും നിന്നോടു കൂടെ ഒരു നിമിഷം ഞാൻ
കൊതി തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃത്തിയിൽ മതിവരെ നിന്നു. അച്ഛാ, അനുപല്ലവിയിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥമായി ഹൃദയം തുറന്നത് തിരുമുൻപിൽ മാത്രമാണല്ലോ. അപ്പോൾ ഈ ഹൃദയം തുറക്കുന്ന ഒരറിവ് ഇതിൽ ധ്വനിക്കുന്നുണ്ട്. അതൊന്ന് വ്യക്തമാക്കി തരാമോ? അതായത് നാം എല്ലാ കാര്യങ്ങളും മറയില്ലാതെ തുറന്നു പറയുന്നത്, ആത്മാർത്ഥമായി തുറന്നു പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും എന്ത് വീഴ്ചകളെക്കുറിച്ച് കേട്ടാലും അതിൻ്റെ പേരിൽ എന്നെ തിരസ്കരിക്കുകയില്ലെന്ന് ഉറപ്പുള്ള ഒരാളുടെ മുമ്പിലാണ്. ഒരിക്കലും എന്നെ കുറച്ച് കാണുകയില്ല. എൻ്റെ വില ഒരിക്കലും കുറഞ്ഞു പോകാത്ത രീതിയിൽ എന്നെ ആദരിക്കും, സ്നേഹിക്കും, എന്നെ കൂടെ നിർത്തും എന്ന് ഉറപ്പുള്ള ഒരാളുടെ മുമ്പിൽ മാത്രമേ നമ്മൾ എല്ലാം തുറന്നു പറയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹിതരോടോ അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമുള്ളവരോടോ പറയുമ്പോൾ പോലും ചില മറയൊക്കെ കാണും. എന്നാൽ എൻ്റെ ഈശോയുടെ മുമ്പിൽ ഒരു മറയുമില്ലാതെ എല്ലാം തുറന്നു പറയാം. കാരണം എന്താ? എൻ്റെ എല്ലാ വീഴ്ചകളെക്കുറിച്ചും അറിയുന്നവനാണ് അവിടുന്ന്. അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ എന്നെ ചേർത്ത് നിർത്തുന്നവനാണ്. എന്നെ ഒരിക്കലും എൻ്റെ വില കുറയ്ക്കാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ മാത്രമാണ് എനിക്ക് ആത്മാർത്ഥമായിട്ടെല്ലാം തുറന്നു പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആത്മാർത്ഥമായി ഞാൻ ഹൃദയം തുറന്നത് തിരുമുമ്പിൽ മാത്രമാണല്ലോ. ഒരു വേള ഉള്ളം നിറയെ സന്തോഷിച്ചത് തിരുനാമം പാടിയാണല്ലോ എന്നൊക്കെ പറയുന്നത്. കാരണം എനിക്ക് ഏറ്റവും അധികം സന്തോഷിക്കാൻ സാധിക്കുന്നത് എൻ്റെ ബലഹീനതകളോടുകൂടി എന്നെ സ്വീകരിക്കുകയും എൻ്റെ ബലഹീനതയിൽ എൻ്റെ കുറവുകളെ പരിഹരിച്ച് എന്നെ കൃപ കൊണ്ട് നിറയ്ക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് എനിക്ക് സ്തുതി പാടിക്കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നത് എന്ന വലിയ സത്യമാണ് നമ്മളോട് പറയുന്നത്. ഇനി എന്തായാലും സ്ഥിതി ഏതായാലും ദൈവത്തിൻ്റെ പിൻപേ പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പം നേരത്തെ അങ്ങനെ അല്ലായിരുന്നോ? കാരണം എത്രമാത്രം നമ്മൾ ആഴത്തിൽ ഒരാളുടെ നന്മ അറിയുമോ, ആ ആൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് അറിയുന്നോ, അതനുസരിച്ചായിരിക്കും എൻ്റെ കമ്മിറ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നു. ചില വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും വേണ്ടി പോലും മനുഷ്യൻ ജീവിക്കുന്നു, അല്ലേ? പണത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, പേരിനും പ്രശസ്തിക്കും വേണ്ടി ജീവിക്കുന്നവരുണ്ട്, അതിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ ആ ഒരവസ്ഥ കുറച്ചെങ്കിലും എൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഏതായാലും എന്നെ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും എന്നെ നേടാൻ വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുകയും ചെയ്ത എൻ്റെ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഇനി വേറൊന്നും എനിക്ക് ലക്ഷ്യമില്ല. എൻ്റെ ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ ആ സുഖം അനുഭവിക്കുക, ആ നിർവൃതിയിൽ ജീവിക്കുക. അതല്ലാതെ മറ്റൊന്നും എനിക്ക് ഇനിയില്ല. ഇനി ഏതായാലും എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും, ആരൊക്കെ എന്നെ വിളിച്ചാലും ഈശോയുടെ കൂടെ നിൽക്കുന്ന ആ സന്തോഷം, ആ നിർവൃതിയുടെ അനുഭവം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആ ആഗ്രഹത്തെ ഞാൻ വിലമതിച്ചുകൊണ്ട് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് അവിടെ. അപ്പം ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നതിനനുസരിച്ച് അങ്ങനെയാണല്ലോ പ്രണയബദ്ധമാകുന്നത്, അല്ലേ? രണ്ടുപേര് പ്രണയബദ്ധമാകുന്ന അങ്ങനെയല്ലേ? ഒരാൾ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു, എനിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നു, എന്നെ സ്വന്തമാക്കാൻ. അപ്പോൾ ഞാനങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് സ്വന്തമാവുകയാണ്. ഇവിടെ ഒരു പ്രണയമുണ്ട്, ഈശോയോടുള്ള ഒരു പ്രണയമുണ്ട്, ദിവ്യമായൊരു പ്രണയമുണ്ട്. അവന് വേണ്ടി ജീവിക്കുക, തന്നെ അവന് സമർപ്പിക്കുക. അങ്ങനെ ഞാൻ അവനെ നേടുക, അവൻ എന്നെ വിട്ടുകൊടുക്കുക. അങ്ങനെ ഞാൻ ഈശോയുടേതാവുക, ഈശോ എൻ്റേതാകുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്കാണ് അത് വിളിക്കുന്നത് നമ്മളെ. അതൊരു ദിവ്യമായ പ്രണയമാണ്. നമുക്കിതിൻ്റെ ചരണം ഒന്ന് കേൾക്കാം.
ആരിലും കുറ്റം ആരോപിക്കാതെ എല്ലാം പൊറുക്കുന്നവൻ നീ. ഗുരുവെന്ന പേരിൽ ശരണം ഗമിക്കാൻ ഭൂമിയിൽ നീ മാത്രമല്ലോ. ഭയമില്ലാതെ ഞാൻ ഇനി എങ്ങും വരും, എനിക്കാഹ്ലാദമായി പരമുന്മാദമായി നാം തമ്മിലൊന്നായ ബന്ധം. ഒരു നിമിഷം ഞാൻ കൊതിത്തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. അവനെന്നോടു തൻ സ്നേഹമില്ല ഒരു നോക്കാലെയുള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ നിന്റെ മുൻപിൽ. ഒരു നിമിഷം ഞാൻ കൊതിത്തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. ചരണത്തിൽ ഇങ്ങനെ പറയുന്നത്, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? ഗുരു എന്ന പേരിൽ ശരണം ഗമിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ശരിയാണ്. ഗുരു വാസ്തവത്തിൽ ആരാണ് ഗുരു? ഗുരു നയിക്കേണ്ടവനാണ്, അല്ലേ? ജ്ഞാനം നൽകേണ്ടവനാണ്. ശരി എന്താണെന്ന് പറഞ്ഞു തരേണ്ടവനാണ്. അപ്പം എൻ്റെ ഗുരു എൻ്റെ ഈശോയാണ്. കാരണം ശരിയും തെറ്റും നിർണ്ണയിക്കുന്ന മാനദണ്ഡം ഈശോയാണ്. കാരണം എനിക്ക് ശരിയുടെ സത്യത്തിൻ്റെ പൂർണ്ണത ഈശോയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിത വഴികളിൽ ഏത് നിലപാടെടുക്കണം, ഓരോ സാഹചര്യത്തിൽ ഞാൻ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് എൻ്റെ ഗുരുവിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുകയാണ്. മറ്റുള്ള കാരണമായിട്ട് എന്നെ മർദ്ദിക്കുമ്പോൾ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എൻ്റെ വസ്തുക്കൾ ബലമായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? അങ്ങനെ ഏത് സാഹചര്യത്തിലും എന്ത് നിലപാടെടുക്കണം, ശരിയായ നിലപാട് എന്താണെന്ന് എന്നെ അറിയിക്കുന്നത്, എനിക്ക് കാണിച്ചു തരുന്നത് ഗുരുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയുമാണ്. എൻ്റെ ഗുരുവിൽ വാക്കും പ്രവൃത്തി ഒന്നാണ്. അവൻ എന്ത് പറഞ്ഞോ അത് തന്നെ ജീവിതം കൊണ്ട് സ്ഥാപിച്ചു, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നതെന്ന് ഈശോ പറയുന്നത്. പിലാത്തോസ് ചോദിച്ചു, നിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണ്? സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ശരിയുടെ സാക്ഷ്യം, സത്യത്തിൻ്റെ സാക്ഷ്യം, അങ്ങനെ ആ സാക്ഷ്യമാണ് എന്നെ ആ നിലപാടെടുക്കാനായിട്ട് സഹായിക്കുന്നത്. പലരും പറയാറുണ്ട്, ഉദാഹരണത്തിന് നിയമദാതാവിന് നിയമം പാലിക്കാൻ കടമയില്ല. പലപ്പോഴും പറയുന്നതാണ്. ദൈവം നിയമദാതാവാണ്, ദൈവം പറയുന്നത് കേട്ടാൽ മതി, ദൈവം പറഞ്ഞത് ദൈവം ചെയ്യണമെന്നില്ല. ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. കാരണം എന്താ? പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താ ആധികാരികതയുള്ളത്? അപ്പോൾ ഈശോയിലേക്ക് നോക്കിക്കേ. നീ തന്നെ പരിത്യജിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ തന്നെ പരിത്യജിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഈശോ എന്താ ചെയ്തേ? ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. എനിക്ക് വേണ്ടി പോലും ജീവിതം പരിത്യജിച്ചു. എന്നെ സ്വന്തമാക്കാൻ എൻ്റെ ഈശോ സൽപ്പേര് പരിത്യജിച്ചു, നീതി പരിത്യജിച്ചു, ശരീരത്തിൻ്റെ സുഖം പരിത്യജിച്ചു. ഒരുപാട് നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, കുരിശിൽ തൂക്കപ്പെട്ടു. ഒന്നും അവിടുന്ന് അർഹിക്കുന്നതല്ല. എന്നിട്ട് അതിനൊക്കെ വിട്ടുകൊടുത്തു. ഇതിനു വേണ്ടി, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി, എന്നെ നേടാൻ വേണ്ടി. അപ്പം എന്നെ നേടാൻ വേണ്ടി ഇത്രയേറെ വാക്കും പ്രവൃത്തിയും ഒന്നായി ജീവിച്ചാൽ അവനെ നേടാൻ വേണ്ടി ഞാനും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണ്ടേ? അങ്ങനെ ഉപേക്ഷിക്കുമ്പോഴാണ് എനിക്ക് അവനെ നേടാൻ പറ്റുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാതെ വേറൊന്ന് നേടാൻ പറ്റില്ല.
ഒരു ഉപേക്ഷിക്കലിലൂടെയാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് നമ്മൾ നേടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈശോയെ നേടാൻ വേണ്ടി ഈ ലോക ജീവിതത്തിലെ നഷ്ടങ്ങൾ വരുമ്പോൾ ആ നഷ്ടങ്ങളിലേക്ക് ഒക്കെ ഇരുന്ന് കരയുകയാണെങ്കിൽ അതിനർത്ഥം ഈശോയെ നേടാനായിട്ടുള്ള ആഗ്രഹം എനിക്ക് ഇല്ല, അതിനുള്ള നിലപാട് എനിക്ക് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ വരികയും എനിക്ക് വേണ്ടി ജീവൻ പോലും പരിത്യജിക്കാൻ തയ്യാറാകുകയും ചെയ്ത് എൻ്റെ ഈശോയെ സ്വന്തമാക്കാൻ, അവനെ നേടാൻ ഞാനിപ്പോൾ വെച്ചനുഭവിക്കുന്ന എന്തും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ തീരുമായിട്ട് ഉപേക്ഷിക്കണം. അതാണ് ഇതിനകത്ത് പറയുന്നത്. അച്ഛാ, ഈ ഗാനം സംഗീതം ചെയ്തിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാകും? ഇത് 2000-ന് മുമ്പുള്ള ഒരു പാട്ടാണ്. ടോമിൻ തച്ചങ്കരി സാറാണ് ഇതിൻ്റെ സംഗീതം. പലപ്പോഴും ഈ പാട്ട് എവിടെയെങ്കിലുമൊക്കെ വേദികളിൽ പാടി കേൾക്കുമ്പോൾ വളരെ കുളിർമ തോന്നാറുണ്ട്.